പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ പൊള്ളിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇനി ചതച്ച് വെച്ചിരിക്കണം ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. അത് മൂത്ത് ഒരു നല്ല മണം വന്നതിന് ശേഷം നമ്മൾ സവോള വളരെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു സവാളയാണ് കേട്ടോ ചെറുതായിട്ട്. ഇത് അരിയാനൊരു സൂത്രമുണ്ട് ഇവിടെ. അപ്പോൾ അതുമേലാണ് അരിഞ്ഞെടുത്തത്. സാധാരണ ഞാൻ മിക്സിയിൽ ചിലപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കും, പക്ഷേ ഇതങ്ങനല്ല. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കറിവേപ്പിലയും കൂടെ അങ്ങ് ആഡ് ചെയ്യുവാണേ. എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചമുളക് ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് തീർന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ഇതുമേലുണ്ട്. ഇതിപ്പോൾ ഒരു തയ്യാറെടുപ്പില്ലാതെ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. ഇപ്പോൾ ഈ സമയത്ത് പോയി പറിക്കാറില്ല ഇവിടെ ചെടിയിൽ നിന്ന്. നമ്മൾ നൈറ്റിൽ ഒരു സാധനവും പറിക്കത്തില്ല കേട്ടോ. രാത്രി ആകുന്നതിന് മുമ്പേ വേണം നമ്മൾ ചെടികളിൽ നിന്ന് പൂവാണേലും എന്താ കായാണേലും പറിക്കാനെന്ന് ഇവിടെ പറയാം. അപ്പോൾ അത് കാരണം ഞാൻ പറിച്ചിട്ടില്ല. നമ്മുടെ മുറ്റത്തുണ്ട്, ആവശ്യത്തിനും പച്ചമുളകുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഓക്കെ, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. സ്പൂൺ അത് മതിയാവും. കാരണം ഇപ്പോൾ രാത്രിയത്തേക്ക് മാത്രം ഞാൻ വയ്ക്കുവാണ്. നാളെ ഇപ്പോൾ ചതയായതുകൊണ്ട് വേണ്ടല്ലോ. വളരെ കുറച്ചിട്ട് വേണം വയ്ക്കാൻ. തീ വളരെ കുറച്ച് വേണം വയ്ക്കാൻ കേട്ടോ. കൂട്ടി വയ്ക്കരുത്, വളരെ കുറച്ചിട്ട്. അല്പനേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്കൊന്ന് ഒരു കാര്യം ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചിട്ട്. നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് നന്നായിട്ട് യോജിച്ചോളൂ ഇതിനോടുകൂടി. അപ്പോൾ വളരെ കുറച്ച് വേണം
ഫ്ലെയിം വെക്കാനായിട്ട് കൂട്ടി വെക്കരുത്. ചെറിയ തീയിലിരുന്നിട്ട് പാകമാകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാ നോക്കാം. നല്ല അടിപൊളിയായിട്ട് പറ്റിയൊക്കെ ഇരിപ്പുണ്ട്. ഇനി നോക്കാം. ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒരു കുറച്ച്, അരമുറി പോലും ഇല്ല. ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിലൊന്ന് കറക്കി എടുത്തിട്ടാണ് പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അല്പം കുറച്ച് കൂട്ടി കൊടുക്കാം. നമുക്ക് വെച്ചേക്കാനല്ലോ, അപ്പം നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനാകുമ്പം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് അങ്ങ് എടുത്താൽ മതി. കുറച്ച് ഇങ്ങനെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. നാല് മീനേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയാൽ മോനെ, ടേസ്റ്റ് നോക്കിക്കേ. പിന്നെ സൂപ്പറാണോ? ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ? പാലൊഴിച്ചപ്പോൾ കറക്റ്റായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ സിമ്പിളായിട്ട് പൊളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കണ്ട് കാണാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ പൊള്ളിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇനി ചതച്ച് വെച്ചിരിക്കണ ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. അത് മൂത്ത് ഒരു നല്ല മണം വന്നതിന് ശേഷം നമ്മൾ സവോള, വളരെ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു സവാളയാണ് കേട്ടോ ചെറുതായിട്ട്. ഇത് അരിയാനൊരു സൂത്രമുണ്ട് ഇവിടെ, അപ്പോൾ അതുമേലാണ് അരിഞ്ഞെടുത്തത്. സാധാരണ ഞാൻ മിക്സിയിൽ ചിലപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കും, പക്ഷേ ഇതങ്ങനല്ല. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കറിവേപ്പിലയും കൂടെ അങ്ങ് ആഡ് ചെയ്യുവാണേ. എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചമുളക് ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് തീർന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ഇതുമേലുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു തയ്യാറെടുപ്പില്ലാതെ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. ഇപ്പോൾ ഈ സമയത്ത് പോയി പറിക്കാറില്ല ഇവിടെ ചെടിയിൽ നിന്ന്. നമ്മൾ നൈറ്റിൽ ഒരു സാധനവും പറിക്കത്തില്ല കേട്ടോ. രാത്രി ആവുന്നതിന് മുമ്പേ വേണം നമ്മൾ ചെടികളിൽ നിന്ന് പൂവാണേലും എന്താ കായാണേലും പറിക്കാനെന്ന് ഇവിടെ പറയാം. അപ്പോൾ അത് കാരണം ഞാൻ പറിച്ചിട്ടില്ല. നമ്മുടെ മുറ്റത്തുണ്ട്, ആവശ്യത്തിനും പച്ചമുളകുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഓക്കെ, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. സ്പൂൺ അത് മതിയാവും. കാരണം കുറച്ച് ഇപ്പോൾ രാത്രിയത്തേക്ക് മാത്രം ഞാൻ വയ്ക്കുവാണ്. നാളെ ഇപ്പോൾ ചതയായതുകൊണ്ട് വേണ്ടല്ലോ. വളരെ കുറച്ചിട്ട് വേണം വയ്ക്കാൻ. തീ വളരെ കുറച്ച് വേണം വയ്ക്കാൻ കേട്ടോ.
കൂട്ടി വെക്കരുത്, വളരെ കുറച്ചിട്ട്. അല്പനേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്കൊന്ന് ഒരു കാര്യം ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്പം വെള്ളം ഒഴിച്ചിട്ട്. നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് നന്നായിട്ട് യോജിച്ചോളൂ ഇതിനോടുകൂടി. അപ്പോൾ വളരെ കുറച്ച് വേണം ഫ്ലെയിം വെക്കാനായിട്ട്, കൂട്ടി വെക്കരുത്. ചെറിയ തീയിലിരുന്നിട്ട് പാകമാകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇടയാൻ നോക്കാം. നല്ല അടിപൊളിയായിട്ട് പറ്റിയൊക്കെ ഇരിപ്പുണ്ട്. ഇനി നോക്കാം. ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒരു കുറച്ച്, അരമുറി പോലും ഇല്ല. ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിലൊന്ന് കറക്കി എടുത്തിട്ടാണ് പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അല്പം നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. നമുക്ക് വെച്ചേക്കാനല്ലോ, അപ്പം നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനാകുമ്പം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് അങ്ങ് എടുത്താൽ മതി. ഒഴിച്ച് ഇങ്ങനെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. നാല് മീനേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മോനെ, ടേസ്റ്റ് നോക്കിക്കേ. പിന്നെ സൂപ്പറാണോ? ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ? പാലൊഴിച്ചപ്പോൾ കറക്റ്റായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ സിമ്പിളായിട്ട് പൊളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കണ്ട് കാണാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.